എല്ലാവർക്കും മൈ മെന്റർ PSC ആപ്പിൻ്റെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇംഗ്ലീഷ് വൊക്കാബുലറിയിലെ സിംഗുലർ പ്ലൂറൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം അല്ലേ. നമ്മൾ ഒരുപാട് വാക്കുകളുടെ ബഹുവചനം പഠിക്കുന്നുണ്ട് PSCയിൽ. നമുക്കറിയാം ഏകവചനത്തെ ബഹുവചനത്തിലേക്ക് മാറ്റുമ്പോൾ, അതായത് സിംഗുലറിനെ പ്ലൂറലിലേക്ക് മാറ്റുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ എസ് എന്ന് പറയുന്ന അക്ഷരമാണ് ഇടുന്നത് അല്ലേ. എസ് അല്ലെങ്കിൽ ES ആണ് സാധാരണയായിട്ട് ഇടുന്നത്. ഉദാഹരണത്തിന് ബോയ് എടുത്തു കഴിഞ്ഞാൽ ബോയ്സ്, ഗേൾ ഗേൾസ്, അങ്ങനെ എസ് ഇട്ടായിരിക്കും നമ്മൾ മാറ്റുന്നത്. പക്ഷേ ഈ ടോപ്പിക്ക് പഠിച്ചവർക്ക് അറിയാൻ പറ്റും, അങ്ങനെയുള്ള വാക്കുകൾ മാത്രമല്ല, മൊത്തം 11 റൂൾ ഉപയോഗിച്ച് നമ്മൾ എന്താണ് വാക്കുകളെ ബഹുവചനത്തിലേക്ക് മാറ്റുന്നുണ്ട്. 11 റൂള് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് വിശദമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കും. ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് നമുക്ക് ഈ 11 റൂളുകൾ ഉപയോഗിച്ച് മാറ്റാൻ പറ്റാത്ത, ഏകവചനത്തിൽ നിന്ന് ബഹുവചനത്തിലേക്ക് മാറ്റാൻ പറ്റാത്ത ചില വാക്കുകളുണ്ട്. സ്പെഷ്യൽ കേസുകളാണ്. ആ വാക്കുകളാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആ വാക്കുകൾ തന്നെ 2 കാറ്റഗറി ഉണ്ട്, 2 ടൈപ്പ് വാക്കുകളുണ്ട്. ഒന്ന്, ഏകവചനവും ബഹുവചനവും ഒരേ വാക്കായിട്ടുള്ള വാക്കുകൾ. അതായത് ഏകവചനത്തിൽ നിന്ന് ബഹുവചനത്തിലേക്ക് മാറ്റുമ്പോൾ, പ്ലൂറലിലേക്ക് മാറ്റുമ്പോൾ വാക്ക് മാറുന്നില്ല, അതേ വാക്ക് തന്നെ ആയിരിക്കും. അത് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഏകവചനത്തിൽ നിന്ന് ബഹുവചനത്തിലേക്ക് മാറ്റുമ്പോൾ, പ്ലൂറൽ ആക്കുമ്പോൾ എന്താണ് സ്പെല്ലിങ് മാറും. അതായത് നമ്മൾ ആ 11 റൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഈ വാക്കുകളുടെ അവസാനം 1-2 ലെറ്റേഴ്സ് ആഡ് ചെയ്താണ് നമ്മൾ ബഹുവചനത്തിലേക്ക് മാറ്റുന്നത്. പക്ഷേ ഈ കേസിൽ വരുമ്പോൾ സ്പെല്ലിങ് തന്നെ മാറും. ഇടയ്ക്കൊക്കെ സ്പെല്ലിങ് മാറി, ചിലപ്പോൾ വാക്കുകൾ തന്നെ മാറും. അങ്ങനെയുള്ള ഒരു കാറ്റഗറി. അപ്പോൾ ഈ 2 സ്പെഷ്യൽ കേസുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും, കാരണം ഒരുപാട് വാക്കുകളൊന്നുമില്ല. PSCയുടെ റഡാറിൽ വരുന്ന ചില വാക്കുകളുണ്ട്. നിങ്ങൾ ഈ ചില സ്റ്റഡി മെറ്റീരിയലൊക്കെ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഈ വാക്കുകൾ ഉണ്ടാവത്തില്ല. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ചോദിക്കുന്നുണ്ട്. പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും ഇത് ചോദിക്കുന്നുണ്ട്. ചില വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം, പെട്ടെന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെറ്റ് ഓഫ് വാക്കുകളിലേക്ക് പോകാം. ആദ്യത്തെ കാറ്റഗറി ഞാൻ പറഞ്ഞ പോലെ തന്നെ ചേഞ്ച് ആകാത്തത്, സിംഗുലറിൽ നിന്ന് പ്ലൂറലിലേക്ക് കൊണ്ടുപോകുമ്പോൾ വാക്കിന് മാറ്റം വരാത്തത്, സെയിം വാക്ക് തന്നെയായിരിക്കും. ഒന്നാമത്തത് ന്യൂസ്. ന്യൂസിൻ്റെ സിംഗുലറും പ്ലൂറലും ഒന്ന് തന്നെയാണ്. അടുത്തത് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എന്ന വാക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഇപ്പോൾ ഉണ്ടായി കാണാം. കാരണം നമ്മളിപ്പോൾ ഇൻഫർമേഷൻസ് എന്നൊക്കെ ചിലരൊക്കെ ഉപയോഗിക്കാറുണ്ട്, കാണുന്നുണ്ട്. പക്ഷേ ഇൻഫർമേഷൻ്റെ പ്ലൂറൽ ഫോമൽ ഇംഗ്ലീഷിൽ സ്റ്റാൻഡേർഡായിട്ട് അത് ഇൻഫർമേഷൻ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് ഇൻഫർമേഷനൊക്കെ ഉണ്ടെങ്കിൽ പീസസ് ഓഫ് ഇൻഫർമേഷൻ, ലോട്ട് ഓഫ് ഇൻഫർമേഷൻ എന്നൊക്കെ ഉള്ള ഫ്രേസുകൾ ഉപയോഗിച്ച് നമ്മളതിനെ പറയാറുണ്ട്. പക്ഷേ ഇൻഫർമേഷൻ്റെ പ്ലൂറൽ ഇൻഫർമേഷൻ തന്നെയാണ്, എസ് വരുന്നില്ല. അപ്പോൾ ഇൻഫർമേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു വാക്കുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഞാൻ പറയാൻ കാരണം അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് PSCയിൽ. അത് മാത്രമല്ല നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഡേറ്റ എന്ന വാക്ക്. ഡേറ്റ എന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലേ. ഡേറ്റ എന്ന വാക്ക് നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ഡേറ്റ എന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഡേറ്റ എന്നത് പ്ലൂറലാണ് കേട്ടോ. ഈ ഡേറ്റ എന്നതും പ്ലൂറൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഡേറ്റാസ് എന്ന് പറയാൻ പാടില്ല. അതായത് എസ് ആഡ് ചെയ്ത് ഡേറ്റാസ് എന്ന് പറയാനായിട്ട് പാടില്ല. പലരും ഡേറ്റാസ് എന്ന് പറയാറുണ്ട്. ഡേറ്റാസ് എന്ന് പറയാൻ പാടില്ല, ഡേറ്റ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഡേറ്റ എന്നത് പ്ലൂറലാണ് കേട്ടോ. അത് ഇപ്പോൾ ഡേറ്റ സിംഗുലറായിട്ട് വിചാരിച്ചാണ് ഡേറ്റാസ് പ്ലൂറലായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷേ ഡേറ്റാസ് എന്ന് പറയരുത്, ഡേറ്റ എന്ന് പറയുള്ളൂ. ഡേറ്റ എന്നത് പ്ലൂറലാണ്. അപ്പോൾ പ്ലൂറലാണെങ്കിൽ ഡേറ്റയ്ക്ക് ഒരു സിംഗുലർ ഫോം കാണുമല്ലോ അല്ലേ. ഡേറ്റ പ്ലൂറലാണെങ്കിൽ അതിനൊരു സിംഗുലർ ഫോം കാണും. അതെന്താണ്? ഡേറ്റയുടെ സിംഗുലർ എന്ന് പറയുന്നത് ഡേറ്റം. ഡേറ്റം ഡേറ്റം ആണ് ഡേറ്റയുടെ സിംഗുലർ. അല്ലെങ്കിൽ ഡേറ്റം എന്ന് പറയുന്ന സിംഗുലർ നൗണിൻ്റെ എന്താണ് പ്ലൂറലാണ് ഡേറ്റ. എസ് ഇല്ല കേട്ടോ, എസ് ഇല്ല. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത്. ഇൻഫർമേഷൻ പറഞ്ഞേ ഉള്ളൂ. ഡേറ്റാസ് എന്ന് പറയാൻ പാടില്ല, എസ് ഉപയോഗിക്കാൻ പാടില്ല. ഡേറ്റ എന്നത് തന്നെ പ്ലൂറൽ ഫോമാണ്, അതിൻ്റെ സിംഗുലർ ഡേറ്റം. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്ക് PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു വാക്കാണ് കേട്ടോ. പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ഫർണിച്ചർ. ഫർണിച്ചർ ഫർണിച്ചറിൻ്റെ പ്ലൂറൽ ഫർണിച്ചർ തന്നെയാണ്. ഫർണിച്ചേഴ്സ് എന്ന് പറയാൻ പാടില്ല. നമ്മളിപ്പോൾ ഫർണിച്ചർ ഐറ്റംസ് എന്ന് പറയാം. ഫർണിച്ചർ ഐറ്റംസ് എന്താണ്, ഒരുപാട് ഫർണിച്ചർ ഒക്കെ ഉണ്ടെങ്കിൽ ഫർണിച്ചർ ഐറ്റംസ് എന്ന് പറയാം. ഫർണിച്ചേഴ്സ് എന്ന് പറയാൻ പാടില്ല. ഫർണിച്ചർ എന്ന് പറയുന്നതിൻ്റെ സിംഗുലറും പ്ലൂറലും ഒന്ന് തന്നെയാണ്. അടുത്തത് ഡിയർ. ഡിയർ എന്താണ്, മാൻ അല്ലേ. മാൻ്റെ സിംഗുലറും പ്ലൂറലും ഡീർ തന്നെയാണ്, ഡീർ തന്നെയാണ്. അടുത്തത് ഫിഷ്, മീൻ. ഫിഷിൻ്റെ സിംഗുലറും പ്ലൂറലും ഫിഷ് തന്നെയാണ്. പോലീസ്.
പോലീസിന്റെ സിംഗുലറും പ്ലൂറലും പോലീസ് തന്നെയാണ്. ഷീപ്പ്, ഷീപ്പ് അല്ലേ, ഷീപ്പ് സെയിം തന്നെയാണ്. ആട്, ചെമ്മരിയാട്, ഷീപ്പ് സെയിം തന്നെയാണ്. സിസേഴ്സ്, കത്രിക, കത്രിക എന്ന് പറയുന്നതിൻ്റെ സിംഗുലറും പ്ലൂറൽ ഫോമും എന്താണ്, ഒന്ന് തന്നെയാണ്, സിസേഴ്സ് തന്നെയാണ്. അടുത്തത് എയർക്രാഫ്റ്റ്, എയർക്രാഫ്റ്റ്, എയർക്രാഫ്റ്റ് എന്താണ്, എയർക്രാഫ്റ്റ് എന്ന് പറയത്തില്ല, സിംഗുലറും പ്ലൂറലും സെയിം തന്നെയാണ്, എയർക്രാഫ്റ്റ് തന്നെയാണ്, എയർക്രാഫ്റ്റ് എന്ന് പറയത്തില്ല. അടുത്ത വാക്ക് സ്പീഷീസ്, സ്പീഷീസ് എന്ന വാക്ക് അല്ലേ, സ്പീഷീസ്, സ്പീഷീസ് നമുക്കറിയാം എന്താണ്, ഗണം അല്ലെ, ഇനം അല്ലെ, ഇന്ന സ്പീഷീസിൽ പെട്ടത് അല്ലെ, ഒരേ വർഗത്തിൽപ്പെട്ടത്, ഇനം ആണ് ഉദ്ദേശിക്കുന്നത്. സ്പീഷീസിന്റെ സിംഗുലറും പ്ലൂറലും ഒന്ന് തന്നെയാണ്, സ്പീഷീസ്. അടുത്ത സ്വൈൻ, സ്വൈൻ, സ്വൈൻ എന്ന് പറഞ്ഞാൽ പന്നിയാണ് കേട്ടോ, പന്നി, പന്നിയാണ് സ്വൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വൈൻ്റെ സിംഗുലറും പ്ലൂറലും എന്താണ്, സ്വൈൻ തന്നെയാണ്, സ്വൈൻസ് എന്ന് വരാറില്ല. അടുത്ത വാക്ക് മൂസ് ആണ്. മൂസ് എന്ന് പറഞ്ഞാൽ മ്ലാവ് അല്ലെങ്കിൽ കടമാൻ എന്ന് പറയുന്ന ജീവി. മ്ലാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ മൂസിന്റെ പ്ലൂറലും മൂസ് തന്നെയാണ് കേട്ടോ, മൂസസ് എന്ന് പറയാറില്ല, മൂസ് തന്നെയാണ്. പിന്നെ വരുന്നത് സീരീസ്, സീരീസ്, സീരീസ് അല്ലേ, സീരീസ് എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സീരീസ്. സീരീസിന്റെ സിംഗുലറും പ്ലൂറലും സീരീസ് തന്നെയാണ് കേട്ടോ, സീരീസ് ആണ്. അപ്പൊ ഇത്രയും വാക്കുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കാരണം ഈ വാക്കിൽ ഇപ്പോൾ ഫർണിച്ചർ, ഷീപ്പ്, ഫിഷ് ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന വാക്കുകളാണ് കേട്ടോ. PSC പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന വാക്കുകളാണ്. അപ്പോൾ ഫർണിച്ചറെ കണ്ടു കഴിഞ്ഞാൽ ഫർണിച്ചേഴ്സ് എന്നൊന്നും വിചാരിക്കരുത്, സെയിം തന്നെയാണ്, അതിൻ്റെ വാക്കുകൾ സെയിം തന്നെയാണ്, സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും. അപ്പോൾ ഇത്രയും വാക്കുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. അടുത്ത സെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ, രണ്ടാമത്തെ കാറ്റഗറി, വാക്ക് മാറും അല്ലേ, സിംഗുലർ ടു പ്ലൂറലിലേക്ക് പോകുമ്പോൾ വാക്ക് മാറും. അത് സ്പെല്ലിങ്ങിലായിരിക്കാം വ്യത്യാസം വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ വാക്ക് മൊത്തത്തിൽ തന്നെ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വാക്കുകൾ, PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിലെ പ്രധാനപ്പെട്ട വാക്കുകൾ നോക്കാം. ആദ്യത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, മാൻ, മെൻ. നമുക്കറിയാവുന്ന വാക്ക് തന്നെയാണല്ലോ, ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് നോളജ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയാവുന്ന വാക്കാണ് മാൻ, മെന്ന്. മനുഷ്യൻ അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മെന്ന്, പുരുഷന്മാർ അല്ലെ, പുരുഷന്മാർ, മെൻ. എ മാറി ഇ ആയി, മാൻ, മെൻ. അടുത്ത സ്ത്രീ അല്ലെ, സ്ത്രീ, വുമൺ, 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 WOMAN, വുമൺ. അതിൻ്റെ പ്ലൂറൽ എന്താ, വിമൻ, വിമൺ, WOMEN. ഇപ്പം ഇവിടെ വുമൺ ആണ്, ഇവിടെ വന്നപ്പോൾ പ്ലൂറൽ ആയപ്പോൾ ഇ ആയപ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മാറി, വിമൻ, വിമൺ എന്നാണ് കേട്ടോ, വിമൺ. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കുക, PSC ചോദിക്കുന്നതാണ് മാൻ, മെന്ന്, വുമൺ, വിമൺ. അപ്പോൾ ഇത് അതുപോലെ ആയിരിക്കില്ല ചോദിക്കുന്നത്. PSC ചോദിക്കുമ്പോൾ ചിലപ്പോൾ പോസ്റ്റ് മാൻ, അതിൻ്റെ പ്ലൂറൽ ആയിരിക്കും ചോദിക്കുന്നത്, പോസ്റ്റ് മാൻ. പോസ്റ്റ് മാൻ്റെ പ്ലൂറൽ എന്താണ്, പോസ്റ്റ് വിമൺ ആണോ? അല്ല, പോസ്റ്റ് വിമൺ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആണല്ലേ, എതിർലിംഗമാണ്. പോസ്റ്റ് മാൻ്റെ പ്ലൂറൽ ബഹുവചനം എന്ന് വെച്ചാൽ പോസ്റ്റ് മെൻ അല്ലേ, പോസ്റ്റ് മാൻ, പോസ്റ്റ് മെൻ. ഇംഗ്ലീഷ് മാൻ, ഇംഗ്ലീഷ് മെൻ. ഓക്കെ, അതേപോലെ തന്നെ പോസ്റ്റ് വുമൺ, പോസ്റ്റ് വുമൺ ആണെങ്കിൽ പോസ്റ്റ് വിമൺ അല്ലേ, പോസ്റ്റ് വിമൺ. ഇംഗ്ലീഷ് വുമൺ ആണെങ്കിൽ ഇംഗ്ലീഷ് വിമൺ, അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് പേഴ്സൺ, വ്യക്തി, വ്യക്തി, പേഴ്സൺ, വ്യക്തി, പീപ്പിൾ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നമ്മൾ പലരും തെറ്റിക്കുന്നതാണ്. പീപ്പിൾസ് എന്ന് പറയാറില്ല, പീപ്പിൾസ്, ജനങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വ്യക്തികൾ എന്ന് പറയുമ്പോൾ പീപ്പിൾസ് എന്ന് ഉപയോഗിക്കാറുണ്ട്. പീപ്പിൾസ് എന്ന് ഉപയോഗിക്കരുത്, പീപ്പിൾ ആണ്. പീപ്പിൾ എന്ന് പറയുന്നത് ബഹുവചനമാണ്, പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പോൾ പേഴ്സൺ, പീപ്പിൾ. അടുത്തത് ഗൂസ്, ഗൂസ്. ഗൂസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വാത്ത് എന്ന് പറയും. ഇപ്പോൾ താറാവിൻ്റെ, അരേന്യത്തിൻ്റെയൊക്കെ ഗണത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് വാത്ത്. അപ്പോൾ ഗൂസിൻ്റെ പ്ലൂറൽ ഗീസ് ആണ് കേട്ടോ, GOOSE. അവിടെ OO മാറി EE ആയി, GEESE, ഗീസ് ആണ് കേട്ടോ, ഗീസ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് ചൈൽഡ്, കുട്ടി. ചൈൽഡ്, കുട്ടി. അതിൻ്റെ പ്ലൂറൽ, കുട്ടിയുടെ ബഹുവചനം കുട്ടികളാണ്, ഇംഗ്ലീഷിൽ ചിൽഡ്രൻ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ചിൽഡ്രൻ, ചിൽഡ്രൻസ് എന്ന് എഴുതരുത്, ചിൽഡ്രൻസ് എന്ന് എഴുതരുത് കേട്ടോ, ചിൽഡ്രൻസ് എന്ന് എഴുതരുത്. കുട്ടികളെന്ന് പറയാനായിട്ട് ചിൽഡ്രൻസ് എന്ന് എഴുതരുത്, ചിൽഡ്രൻ. ചൈൽഡ് ആണ് ഏകവചനം, ചിൽഡ്രൻ ബഹുവചനം, പ്ലൂറലാണ്, ചിൽഡ്രൻ എന്നേ പറയാൻ പാടുള്ളൂ. ഇപ്പോൾ ചിൽഡ്രൻസ് ഡേ എന്ന് പറയുമ്പോൾ എന്താണ്, കുട്ടികളുടെ ദിവസം. അവിടെ വരുമ്പോൾ അപ്പോസ്ട്രോഫി എസ് ആണ് കേട്ടോ, അപ്പോസ്ട്രോഫി എസ് ആണ്, അല്ലാതെ എന്ന് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് എസ് ഇട്ട് ബഹുവചനം ആക്കുന്നതല്ല, അപ്പോസ്ട്രോഫി എസ് ആണ് ചിൽഡ്രൻസ് ഡേയിൽ. അപ്പോൾ അതുമായിട്ട് നിങ്ങൾ എന്താണ് കമ്പയർ ചെയ്യരുത്. കുട്ടികളുടെ അല്ലെങ്കിൽ കുട്ടിയുടെ ബഹുവചനം പ്ലൂറൽ, കുട്ടികൾ എന്ന് പറയുന്നത് എന്താണ്, അത് ചിൽഡ്രൻ ആണ്, ചിൽഡ്രൻ ആണ്. ഓക്കെ, അടുത്ത ടൂത്ത്, ടൂത്ത്, ടൂത്ത് എന്താ വരുന്നത്, ടീത്ത്.
പല്ല്, പല്ലിൻ്റെ ബഹുവചനം പ്ലൂറൽ പല്ലുകൾ, ടീത്ത്, ടൂത്ത്, ടീത്ത്. ഫൂട്ട് കേട്ടോ, നമുക്ക് ഇത് ഒരുപോലെ പഠിക്കാം. ഇപ്പോൾ ഗൂസിലാണെങ്കിലും ഡബിൾ ഒ വന്നപ്പോൾ ഡബിൾ ഇ വന്നു, ഇവിടെ ടൂത്തിലും ഡബിൾ ഒ വന്നപ്പോൾ ഡബിൾ ഇ ആയി. അതേപോലെ ഫൂട്ടിലും ഡബിൾ ഒ വന്നപ്പോൾ ഡബിൾ ഇ ആയി. ഫീറ്റ്, ഫീറ്റ്, ഫീറ്റ് എന്നാണ് കേട്ടോ, കാൽപാദം, ഫീറ്റ് കേട്ടോ, ഫൂട്ടിൻ്റെ പ്ലൂറല് ഫീറ്റ്. അടുത്തത് മൗസ്, മൗസ്, മൗസ് എന്താണ്? എലി അല്ലേ, എലി. എലിയുടെ പ്ലൂറൽ എന്താ? മൈസ്. എലിയുടെ പ്ലൂറല് മൈസ്, മൈസ് ആണ് എലിയുടെ പ്ലൂറല്. മൗസിന്റെ പ്ലൂറല് മൈസ് ആണ് കേട്ടോ. അടുത്ത 4 വാക്കുകളും കൂടെ ഉണ്ട്. ഓക്സ്, ഓക്സ്, ഓക്സ് എന്താ? കാള അല്ലേ, കാളയാണ് ഓക്സ്. ഓക്സിന്റെ പ്ലൂറൽ ഓക്സൻ, കാളകൾ, ഓക്സൻ. ഓക്സിൻ്റെത് ഓക്സൻ, ഓക്സിൻ്റെത് ഓക്സൻ. അടുത്തത് ജീനസ്, ജീനസ്, ജീനസ് എന്ന വാക്ക്, ജീനസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ജനുസുകൾ എന്ന് പറയാറില്ലേ മലയാളത്തിൽ, ജനുസുകൾ, ജനുസ്, സ്പീഷീസിൻ്റെ മുകളിൽ വരുന്ന എന്താണ് കാറ്റഗറിയാണ് ജനുസുകൾ. ഞാൻ ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പുലി, കടുവ, സിംഹമൊക്കെ പാന്തേര എന്ന് പറയുന്ന ജനുസിൽ പെടുന്നതാണ്. അതായത് ഈ ജനുസിൻ്റെ അണ്ടറിൽ പല സ്പീഷീസ് ഉണ്ട്. പുലിയുണ്ട്, കടുവയുടെ സ്പീഷീസ് ഉണ്ട് അല്ലേ, പുള്ളിപ്പുലിയാണ്, എന്താണ് സിംഹമുണ്ട്, അങ്ങനെ പല സ്പീഷീസിൻ്റെ താഴെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പാന്തേര എന്ന് പറയുന്ന ജനുസിൽ പെടുന്നതാണ്. അപ്പോൾ അത് ഞാനൊരു എന്താണ് ഇപ്പോൾ ബയോളജിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ജനുസ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ജീനസ്, ജീനസിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് ജനേറ, ജനേറ, ജനേറയാണ് ജീനസിൻ്റെ പ്ലൂറൽ, ജനേറ. ഓക്കെ, അടുത്തത് ലൗസ്, 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 ലൗസ് എന്താണ്? പേനാണ് കേട്ടോ, പേൻ, തലയിൽ വരുന്ന പേൻ, പേനെയാണ് ലൗസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്ലൂറൽ ലൈസ്, ലൈസ് ആണ് കേട്ടോ. ഇവിടെ മൗസ്, മൗസിൻ്റെ എന്താ? മൈസ്. എലിയുടേത് മൈസ്, പേനിൻ്റെത് ലൈസ്. മൗസ് വന്നപ്പോൾ മൈസ് വന്നു, ലൗസ് വന്നപ്പോൾ ലൈസ് വന്നു കണ്ടോ, ഐസ് വന്നു, രണ്ടിലും ഐസ് ആയി. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക, ലൗസിൻ്റെത് ലൈസ് ആണ്. അടുത്തത് ഓപ്പസ്, 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 ഓപ്പസ്. നമ്മളിപ്പോൾ ഈ ഫോറിൻ വേർഡ്സ് പഠിച്ചപ്പോൾ മാഗ്നം ഓപ്പസ് എന്ന വാക്ക് പഠിച്ചായിരുന്നല്ലേ. മാഗ്നം ഓപ്പസ് എന്താണ്? മഹത്തായ വർക്ക്, സൃഷ്ടി അല്ലേ, ഒരു കലാസൃഷ്ടി അല്ലേ, ഒരു കല അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടി, അതിനെയാണ് മാഗ്നം ഓപ്പസ് എന്ന് പറയുന്നത്, മഹത്തായ ഒരു കലാ സാഹിത്യ സൃഷ്ടി. അപ്പോൾ അവിടെ തന്നെ ഉണ്ട് എന്താണ്? സൃഷ്ടി അല്ലേ, ഒരു വർക്കിനെയാണ്. അതിപ്പോൾ ഒരു പാട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു നാടകമായിരിക്കാം, ഒരു ഡാൻസ് ആയിരിക്കാം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്ലൂറൽ ഓപ്പറ, അതിൻ്റെ പ്ലൂറൽ ഓപ്പറ, ഓപ്പറ. അപ്പോൾ ഓപ്പസിൻ്റെ പ്ലൂറലാണ് ഓപ്പറ, ഓപ്പസിൻ്റെ പ്ലൂറലാണ് ഓപ്ര. ഓക്കെ, അപ്പോൾ ഇത്രയും വാക്കുകൾ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. ആദ്യത്തെ കാറ്റഗറി നമ്മൾ കണ്ടു, എന്താണ്? വാക്ക് മാറുന്നില്ല, ഒരേ വാക്ക് തന്നെയാണ്, അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് എന്താണ്? വാക്ക് മാറുന്നുണ്ട്. മിക്കവാറും സ്ഥലങ്ങളിൽ സ്പെല്ലിങ്ങിലാണ് വ്യത്യാസം വരുന്നത്, ചിലതൊക്കെ മൊത്തത്തിൽ വാക്കായിട്ട് തന്നെ മാറുന്നുണ്ട്. ഇപ്പോൾ പേഴ്സൺ പീപ്പിളായി, ഇപ്പോൾ ജീനസ് ജനേറയായി അല്ലേ, മൗസ് മൈസ്, ലൗസ് ലൈസ്, അതൊക്കെ തന്നെ വാക്കുകൾ മൊത്തത്തിൽ തന്നെ എന്താണ് ഏകദേശം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കുക. ഇത്രയും വാക്കുകൾ നിങ്ങൾ എന്തായാലും എന്താണ് ഓർത്തിരിക്കണം. കാരണം ചോദിക്കുവാണെങ്കിൽ ഇതിൽ നിന്നായിരിക്കും ഒരു വാക്ക് ചോദിക്കാൻ സാധ്യത കൂടുതൽ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഇതിൽ നിന്നായിരിക്കും. ഓക്കെ, ഇനി ഇതിൽ കൂടുതൽ വാക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് അതും കൂടെ ചേർത്ത് വിശദമായിട്ടുള്ള ക്ലാസ്സിൽ, അതായത് ഈ സിംഗുലർ ടു പ്ലൂറൽ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.